ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോ നമുക്ക് ഇനി അടുത്ത് വരാനിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഈ ഇയറിലെ ഏറ്റവും ലാസ്റ്റിലത്തെ ബാങ്ക് എക്സാംസ് ആണ്. ഒന്ന് IBPS RRB POയും അതുപോലെ ക്ലർക്കിന്റെ പരീക്ഷ. അപ്പൊ ഇനി ഏകദേശം നമുക്കൊന്ന് കണക്ക് കൂടി നോക്കാമെങ്കിൽ IBPS RRB POയ്ക്ക് 40 ദിവസമുണ്ട്, അതുപോലെ ക്ലർക്കിനാണെങ്കിൽ 54 ദിവസമുണ്ട്. അപ്പോ കഴിഞ്ഞ എക്സാമുകൾ എന്ന് പറയുന്നത് ഇപ്പൊ IBPS PO അതുപോലെ ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്, ഈ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അടുത്ത് വരുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ പറയുന്ന RRB PO ആൻഡ് ക്ലർക്ക്. അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക്, അപ്പൊ ഈ ഇയറിൽ നമ്മുടെ ലാസ്റ്റ് 2 പരീക്ഷകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് എവിടെയാണോ കഴിഞ്ഞ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഒരു വീക്ക് ഏരിയ പോലെ തോന്നിയത്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ട്രോങ് ആക്കി ആ പരീക്ഷ, അതായത് ഈ വരുന്ന പരീക്ഷയ്ക്ക് അതും കൂടി നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് എന്താണ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഈ ഒരു 40 ദിവസത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത്, അതായത് ഇപ്പോ 4 പരീക്ഷകൾ കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത്ര ഒരു രീതിക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ പറയുന്ന സ്ട്രാറ്റജി ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന RRB PO ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസോട് കൂടുതൽ നിങ്ങൾക്ക് എന്താണ് എക്സാം എഴുതാൻ സാധിക്കും. ഇനി ഇപ്പൊ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു എന്താണ് പരീക്ഷയിലേക്കൊരു ഒരു ട്രൈ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ പരീക്ഷയെ പറ്റിയൊക്കെ ഉള്ള ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഈ അടുത്ത് വരുന്ന 2 പരീക്ഷകളിൽ നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയ ആണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതല്ല നമുക്കൊരു എന്താണ് എവിടെയാണ് കുറച്ചും കൂടി നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നുള്ളതും നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നോക്കി ആ സ്ട്രാറ്റജി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പരീക്ഷകളിലും എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോ ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ളത് നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞു IBPS RRB POയ്ക്ക് ആണെങ്കിൽ നമുക്ക് 40 ദിവസവും അതുപോലെ ക്ലർക്കിനാണെങ്കിൽ 54 ദിവസമാണ് നമുക്കിനി ബാക്കിയുള്ളത്. അപ്പൊ ഈ 40 ദിവസം എങ്ങനെ നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ഈ 40 ദിവസം ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെയായിരിക്കും ക്ലർക്കിന്റെ 54 ദിവസവും നമുക്ക് വരിക. പിന്നെ ഒരു 14 ദിവസത്തെ കാര്യം കൂടിയാണ് നമുക്ക് ക്ലർക്കിന് വരുന്നത് അല്ലെ. അപ്പൊ 40 ദിവസം എങ്ങനെ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്കത് കൊണ്ടുപോവാം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ IBPS RRB PO ക്ലർക്കിന്റെ എക്സാം ഡേറ്റുകൾ ഇങ്ങനെയാണ്. പിഒയുടെ പ്രിലിംസ് November 22, 23 മെയിൻസ് ആണെങ്കിൽ December 28 ഇനി ക്ലർക്കിന്റെ പ്രിലിംസ് ആണെങ്കിൽ December 6th, 7th, 13th, 14th ആണ് 2025 ആണ് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരിക. മെയിൻസ് ആണെങ്കിൽ February 1 ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഡേറ്റുകളിൽ എഴുതാൻ പോകുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. 100% നമുക്ക് ഷുവർ ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്കിതൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ അതില് ഇപ്പോ നമ്മുടെ വേക്കൻസി ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോ റിവൈസ്ഡ് വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നത് ഏകദേശം 3928 വേക്കൻസി ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അതില് RRB ക്ലർക്കിനാണെങ്കിൽ അല്ല, ടോട്ടൽ നമുക്ക് 13,300 സംതിങ് ആണ് നമുക്ക് ആ ടോട്ടൽ വന്നിട്ടുള്ളത്. ഇനി RRB POയ്ക്ക് ആണെങ്കിൽ 3,928 വേക്കൻസീസും ടോട്ടലി, RRB ക്ലർക്കിനാണെങ്കിൽ 8,022 വേക്കൻസീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതില് കേരളത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് POയ്ക്ക് വരുന്നത് 250 വേക്കൻസി ആണ്. ക്ലർക്കിനാണെങ്കിൽ കേരളത്തില് 350 വേക്കൻസിയും വരുന്നുണ്ട്. അപ്പോ 2024 ആ ഒരു വേക്കൻസി പ്രകാരം നോക്കുവാണെങ്കിൽ 2024 കേരളത്തിന് 195 വേക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ക്ലർക്കിനാണെങ്കിൽ 100 വേക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയും തന്നെ നമുക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്
നമുക്ക് ഇപ്പൊ 100 വേക്കൻസിയിൽ നിന്നും ഒരു 250 വേക്കൻസിയുടെ കൂടുതൽ നമുക്ക് വന്നിരിക്കുകയാണ് ക്ലർക്കിന്. അപ്പം അത്രയും തോളം എന്താണ് നമ്മൾ സെലക്ടഡ് ആവാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടും കുറഞ്ഞ മാർക്കിലൊക്കെയാണ് നിങ്ങളിപ്പം എന്താണ് ലിസ്റ്റിൽ കയറാതെ പോയിട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ആണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അതുകൂടാണ്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല രീതിയിൽ ഈ ഒരു 40 ദിവസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുകയും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ ഇപ്പൊ മാത്സും റീസണിങ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം ചെറിയ ഇപ്പം സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ. എന്നാലും നമുക്ക് ആ ഒരു നെക്സ്റ്റ് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ട്രാറ്റജി ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെയായിരിക്കണം നിങ്ങളുടെ ആ ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ വേക്കൻസി അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോ നിങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ 4 പരീക്ഷകൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ഇനി സിലബസ് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പകുതി എത്തിയ കുട്ടികൾ ഉണ്ടാവും. ഒരു പകുതി വരെ പഠിച്ചിട്ടുണ്ടെന്ന് കോൺഫിഡൻസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും. അതല്ല ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും സിലബസ് ഇപ്പം റീസണിങ്ങിന്റെ ആണെങ്കിൽ നമുക്ക് ലോജിക്കൽ റീസണിങ് ആണ്, അതിന് വളരെ കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് എന്താണത് കറക്റ്റ് അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ, ബാക്കിയെല്ലാം നമ്മുടെ ലോജിക് വൈസ് തിങ്ക് ചെയ്യുന്ന രീതിക്കുള്ള റീസണിങ് ടോപ്പിക്സ് ആണ്. ഇനി മാത്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് പോർഷൻസ് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പണ്ട് പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്, അത് കുറച്ചും കൂടി എന്താണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം രീതിക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണ് സിലബസും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകളിലേക്കൊക്കെ പോവേണ്ടത്. അപ്പം ഇനി വരുന്നത് നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ. അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്നത് എന്ന് പറയുന്നത് റിവിഷൻസ് ആണ്, പ്യുവർലി റിവിഷൻസ് ആണ് വരിക. സിലബസ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾക്കിട്ട് റിവൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് എടുക്കുക ഓരോ ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നിങ്ങൾ ടോപ്പിക് വൈസ് റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഇതില് ഞാൻ പറയുന്നത് നമുക്കിപ്പോ എന്താണ് സിലബസ് കംപ്ലീഷൻ ഞാൻ പറഞ്ഞു, ഒരു ടോപ്പിക് വൈസ് റിവിഷൻ ഞാൻ പറഞ്ഞു. ടോപ്പിക് വൈസ് റിവിഷൻ നിങ്ങൾ ഏകദേശം ഒരു 20 ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കും എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്ന മിച്ചം 20 ഡേയ്സ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അനാലിസിസ് കറക്റ്റ് നടത്തുക, ഏതാണോ വീക്ക് പോർഷൻ അത് വീണ്ടും സ്ട്രോങ് ആക്കി വരിക. ഇതാണ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ദിവസം ഒരു 3-4 മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല, അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു 40 ഡേ ചലഞ്ച് ആണ്. ഞാൻ പറഞ്ഞു നമുക്കിപ്പോ എന്താണ് 40 ദിവസം കൊണ്ട് PO യും 54 ദിവസം കൊണ്ട് ക്ലർക്കും വരുന്നുണ്ട്. അപ്പം ഈ 40 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞാൽ POയ്ക്ക് എടുക്കുന്ന ചലഞ്ചാണ്. നിങ്ങൾ POയ്ക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലർക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് സ്കോർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം 40 ദിവസം നിങ്ങൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നോക്കിക്കോളൂ. ബാക്കി 14 ദിവസം നമ്മുടെ ക്ലർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ 40 ഡേ ചലഞ്ച് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 40 ഡേ ചലഞ്ചിൽ ആദ്യത്തെ ഒരു 15 ദിവസം ഇത് നമ്മുടെ എന്താണ് ബിഗിനേഴ്സിനും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കും അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചലഞ്ച് ആണ് കേട്ടോ, ഒരു 40 ഡേ ചലഞ്ച്. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു 40 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ എത്ര ഇമ്പ്രൂവ് ആയെന്ന്, നിങ്ങൾ എത്ര പഠിച്ചു എന്നും, അതുപോലെ നിങ്ങൾക്ക് എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു എന്താണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പം ആ ഒരു 40 ഡേ ചലഞ്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇന്ന് ഡേ 1 എന്ന് എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ phase 1 ആയിട്ടാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. 40 ഡേ ചലഞ്ചിൽ ആദ്യത്തെ എന്ന് പറയുന്നത് phase 1 ആണ്. അപ്പൊ phase 1 എന്താണ് ആക്ച്വലി നടക്കുക? phase 1 ഫൗണ്ടേഷൻ ലെവലാണ്. അതായത് ബേസിക് ആയിട്ട് വരുന്ന നമുക്കിപ്പോ പ്രിലിംസ് വരുമ്പോൾ മാത്സ് ആൻഡ് റീസണിങ് വരത്തുള്ളൂ. പിന്നെ മെയിൻസിന് വരുമ്പോഴാണ് കമ്പ്യൂട്ടർ നോളജും GAയും ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ phase 1 വരുന്ന സമയത്ത് ഫൗണ്ടേഷൻ കാര്യങ്ങളാണ് ഈ പറയുന്ന 1 തൊട്ട് 15 ദിവസം വരെ നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ 1 to 15 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്.
ആദ്യത്തെ 1 to 15 days. ഫേസ് 1 ആയിട്ട് എടുക്കുക, 1 to 15 days എടുക്കുക. അതൊരു ഫൗണ്ടേഷൻ ലെവൽ തന്നെ നിങ്ങൾ പോകണം. അതായത് ഇപ്പൊ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഉണ്ടാവും, ബിഗിനർ ലെവൽ, അത് കുറച്ചൊന്ന് ഫാസ്റ്റ് അപ്പ് ആക്കി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടില്ല, പക്ഷെ എന്നാലും എല്ലാ ചാപ്റ്റേഴ്സും നോക്കി പോകാനുള്ള രീതിയിൽ നമ്മളൊന്ന് ഫാസ്റ്റ് അപ്പ് ആയിട്ട് ആ ഫൗണ്ടേഷൻ കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അതായത് ഒരു സ്ട്രോങ് ബേസ് നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുക. സ്ട്രോങ് ബേസ് ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പിന്നീട് അഡ്വാൻസ് ലെവൽ ടോപ്പിക്സിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പം ഒരു സ്ട്രോങ് ബേസ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ഈ പറയുന്ന 1 തൊട്ട് 15 ദിവസം വരെ നിങ്ങൾ അത് ബിൽഡ് ചെയ്തെടുക്കുക. ഇനി വരുന്നത് ഫേസ് 2 ആണ്. ഫേസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് 16 to 35 ദിവസം വരെ, 16 to 35 ദിവസം വരെയാണ് ഞാൻ ആ ഫേസ് 2 കൊടുക്കുന്നത്. അപ്പൊ ഈ 16 to 35 ഡേയ്സിന് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നമുക്ക് QA ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ട്, അല്ലെ? ഈ GA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും, അതായത് കുറച്ച് കുറച്ചായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇനി അതല്ല, നിങ്ങളിപ്പോ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോ പ്രീവിയസ് നിങ്ങൾക്ക് ഇപ്പൊ കറണ്ട് അഫയറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1 മണിക്കൂർ നിങ്ങളത് കറണ്ട് അഫയറിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മൾ കറണ്ട് അഫയറിന് കൊടുക്കുക. അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മെയിൻസ് എക്സാം, ഇപ്പം പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, ഞാൻ പറഞ്ഞു നമുക്ക് November 22 ആ റേഞ്ചിലാണ് വരുന്നത്. ഡിസംബർ ഒരു സെക്കൻഡ് ലാസ്റ്റോട് കൂടിയാണ് നമുക്ക് ഈ പറയുന്ന മെയിൻസ് വരിക. അപ്പൊ ഏകദേശം നമുക്കൊരു റിസൾട്ട് വന്നൊരു 10 to 15 ഡേയ്സ് കിട്ടിയാലായി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത്രയും ടൈം ലിമിറ്റിനുള്ളിൽ വെച്ചിട്ട് CA കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസിനോടൊപ്പം തന്നെ ഈ CA എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു പോവാ. അഡീഷണൽ ഒരു 1 hour ഇഫോർട്ട് ഇട്ടാൽ മതി. പിന്നെ പ്രീവിയസ് ആയിട്ട് വരുന്ന മന്ത്സിന്റെ ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ ടോട്ടൽ 1.5 മണിക്കൂർ കൊടുക്കുക. ഇപ്പൊ 1 hourൽ നമുക്കിപ്പോ കറണ്ട് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾക്കൊരു ഒരു ഏകദേശം 6 to 8 monthsന്റെ കറണ്ട് അഫയർ ആണ് വേണ്ടത്. അപ്പൊ പഴയ മാസങ്ങളിൽ അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ അവിടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓരോ ദിവസം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 10 ദിവസം എടുക്കുമ്പോഴത്തേക്കും അത്രയും ചേഞ്ച് നമുക്ക് ഉണ്ടാവും. അത്രയും എന്താണ് 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. കാര്യങ്ങൾ കിട്ടും. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് പോയി നോക്കി അതായത് കറക്റ്റ് ആയിട്ട് നോക്കി പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മെയിൻസിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് എക്സാം കഴിഞ്ഞു, പ്രിലിംസ് എക്സാം കഴിഞ്ഞ് വരും നെക്സ്റ്റ് ഡേ തൊട്ട് ഈ പറയുന്ന CA പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ. അപ്പോ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറേ സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ കുറെ എടുത്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടും. അത് പിന്നെ വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാനുള്ള ഒരു കാര്യമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പഠിത്തത്തോടൊപ്പം ഈ പറയുന്ന ഒരു 40 day ചലഞ്ചിനകത്ത് ഈ പറയുന്ന 1 hour കൂടി ഒന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന CAക്ക് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇംഗ്ലീഷിന്റെ ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിനകത്ത് വരുന്ന സമയത്തും നിങ്ങൾ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഗ്രാമർ വൈസ് വരുന്ന നമ്മുടെ എന്താണ് എറർ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്ത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് എടുത്ത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വരുന്ന എഡിറ്റോറിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു 1 hour ഇംഗ്ലീഷിന് നമ്മൾ ഡെയിലി കൊടുക്കുക. ഈ 2 കാര്യം നമ്മൾ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസ് ലെവൽ വരുന്ന സമയത്ത് നമ്മളത് പെർഫെക്റ്റ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ ഈ ഒരു ടൈം തന്നെ നമ്മൾ അതും കൂടെ ഇതിനൊപ്പം ഉൾപ്പെടുത്തി കൊണ്ടുപോവുക. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ആണ്. കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് കമ്പ്യൂട്ടർ അവയർനെസിന്റെ ക്യൂസസ് ചെയ്തു പോവുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. ക്യൂസസ് ചെയ്യുക. അപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ വരുന്ന കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഫേസ് 2 ആ ഒരു 16 to 35 ദിവസത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ വളരെ നീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും.
നമുക്കിത് കറക്റ്റ് ആയിട്ട് നമ്മളിത് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോ QA ആണെങ്കിൽ DI നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. DI കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇപ്പം അതായത് ഒരു ബൾക്കായിട്ട് ചോദിക്കുന്ന നമ്പർ സീരീസ്, അത് കഴിഞ്ഞാൽ ഇതൊക്കെ ബൾക്ക് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുക കേട്ടോ. സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, ഇതൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് എടുത്ത് ചെയ്ത് ടൈം ഇട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് അരിത്തമെറ്റിക് പോർഷൻസ് വരുമ്പം ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന അരിത്തമെറ്റിക് പോർഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഏജസ്, പാർട്ട്ണർഷിപ്പ്, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെന്റേജ്, പിന്നെ ടൈം ആൻഡ് വർക്ക്, അങ്ങനെ വരുന്ന നമുക്ക് വിരലിൽ എണ്ണാവുന്ന കുറച്ച് നല്ല ടോപ്പിക്കുകൾ ഉണ്ട്, അത് ചെയ്യാം. പിന്നെ ഇച്ചിരി പാടായിട്ട് വരുന്ന SI, CI, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. എക്സാമിന് വരുന്ന സമയത്ത് അത് പാടാണെന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്താലും പ്രശ്നമില്ല. അത് ഇച്ചിരി നല്ലൊരു ടോപ്പിക്സ് ആണ് ഈ പറയുന്ന, ഒരു കോർ ടോപ്പിക്സ് ആണ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസും SI, CI എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ചെയ്യാൻ പറ്റുന്നില്ല, ടൈം ഒരുപാട് സ്പെൻഡ് ആയി പോവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എക്സാമിന് അത് ലീവ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ബാക്കി വരുന്ന ടോപ്പിക്സ് ആ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. ഇനി റീസണിങ്ങിനകത്ത് വരുമ്പോൾ ഡെയിലി നിങ്ങൾ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും നിങ്ങളുടെ റിവിഷൻസിൽ ഉൾപ്പെടുത്തിയാലേ പറ്റുള്ളൂ. പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇപ്പൊ 2 പസിൽസോ 2 സീറ്റിംഗ് അറേഞ്ച്മെന്റോ ഡെയിലി നിങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് സിലോജിസം, ബൾക്കായിട്ട് ചോദിക്കുന്ന സിലോജിസം, കോഡിംഗ്, ഡീകോഡിങ്, പിന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ഒക്കെ ചിലപ്പോൾ 2 or 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ നമുക്ക് ഇതുപോലെ ഒരു ബൾക്കായിട്ടൊക്കെ ചോദിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്തു പോവാം. ടൈമിനുള്ളിൽ വെച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാണ് അവിടെ ചെയ്യേണ്ടത്. ബാക്കി നമ്മുടെ കറണ്ട് അഫയറും ഇംഗ്ലീഷും കമ്പ്യൂട്ടർ അവയർനെസ്സും ഞാൻ പറഞ്ഞായിരുന്നു, ആ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 16 to 35 ദിവസം വരെ ആവുമ്പോഴത്തേക്കും ആ ഒരു ഇന്റൻസീവ് ആയിട്ട് വരുന്ന ഒരു പ്രാക്ടീസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് തന്നെ അത് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അതായത് വെറൈറ്റി ഓഫ് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് 16 to 35, അതായത് ടോപ്പിക് വൈസ് വരുന്ന ഒരു റിവിഷൻ ആണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞ പിന്നെ വരുന്നതാണ് ഫേസ് 3. ഫേസ് 3 എന്ന് പറയുമ്പോൾ ഫുള്ളി മോക്ക് ടെസ്റ്റും പിന്നെ റിവിഷനും. മോക്ക് ടെസ്റ്റും റിവിഷനും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോ ഡെയിലി ഒരു 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതിന്റെ അനാലിസിസ് ചെയ്യണം. ചെയ്തിട്ട് ഏതാണോ വീക്ക് ഏരിയ അത് വീണ്ടും റിവൈസ് ചെയ്യുക, അത് സ്ട്രോങ് ചെയ്യുക. ഇത് തന്നെ ആയിരിക്കണം, അത് കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് തന്നെ പോകണം. ചുമ്മാ മോക്ക് ടെസ്റ്റ് എഴുതി മാർക്ക് കുറഞ്ഞു, ഡൗൺ ആയി, ഡിപ്രഷൻ ആയി, നമ്മളത് പോയിട്ട് ഒരു കാര്യമില്ല. മോക്ക് ടെസ്റ്റ് എഴുതാം, നമുക്ക് മാർക്ക് കുറയും, അത് സ്വാഭാവികമാണ്. മാർക്ക് കുറഞ്ഞാലും വേണ്ടിയില്ല, ആ മാർക്ക് കുറഞ്ഞത് എവിടെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ നമുക്ക് റിവിഷനിലൂടെ അത് സ്ട്രോങ് ആക്കാം, എങ്ങനെ എനിക്ക് അടുത്ത മോക്ക് ടെസ്റ്റിൽ അതിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് നമ്മൾ 2 or 3 മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇംപ്രൂവ്മെന്റ് അവിടെ വിസിബിൾ ആയി തുടങ്ങും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ള ഈ പറയുന്ന 36 ദിവസം തൊട്ട് 40 ദിവസം വരെ നിങ്ങളത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 40 ദിവസത്തെ ഡേ ചലഞ്ച് പൂർത്തിയാക്കാനും പറ്റും. നമുക്ക് ഈ എക്സാമിന് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് ചെന്നിരുന്ന് എക്സാം എഴുതാം എന്നുള്ള ഒരു ഫുള്ളി മൈൻഡ് സെറ്റ് ആവുകയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു നോക്കുക. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആ 1 മണിക്കൂർ ചെയ്തതിന് ശേഷം മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ ആ പറയുന്ന സമയം, ഇപ്പം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും, ആ ജോലിക്കിടയിലും നിങ്ങൾ ഈ പറയുന്ന ഒരു 4-5 മണിക്കൂർ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടാവും. ബിഗിനേഴ്സ് ആയിരുന്നാലും നേരത്തെ വന്ന റിപ്പീറ്റേഴ്സ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി ഈ 24 hours നിങ്ങൾക്ക് എത്ര ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു 15 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 17 മണിക്കൂറൊക്കെ നിങ്ങൾ ഇതിന് വേണ്ട മാത്രം, കാരണം ഇതിനു വേണ്ടി ഇരിക്കുന്ന കുട്ടികൾ ഇതിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ RRB PO ആൻഡ് ക്ലർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അതായത് ഇപ്പൊ മെമ്മറി ബേസ്ഡ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ 1 hour ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എത്രത്തോളം നമ്മൾ അവിടെ ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്തായാലും ഇംപ്രൂവ്മെന്റ് വിസിബിൾ ആണ്. അത് നിങ്ങളൊരു 2 or 3 മോക്ക് ടെസ്റ്റുകൾ എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു 40 day ചലഞ്ച്. ഇനി ക്ലർക്കിന്റെ കാര്യം വരുമ്പോൾ ബാക്കി ഇനി ഒരു 14 ദിവസം കൊണ്ട്
കൂടെയുണ്ട്. ആ 14 ദിവസം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം 54 ദിവസം. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും ക്ലർക്ക് നമുക്ക് സെറ്റ് ആണ്. നിങ്ങൾ POക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷുവർ ആയിട്ടും ക്ലർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് ലിസ്റ്റിൽ കയറാനും സാധിക്കും. അപ്പൊ POക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലർക്കിനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഒരു ക്ലർക്ക് പോസ്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും, നമ്മളൊരു PO ലെവലിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ക്ലർക്ക് ലെവലിലേക്കുള്ള പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് സക്സസ് ടിപ്സ് പറഞ്ഞുതരാം. അതായത് ഒരു സ്കെഡ്യൂൾ, ഇതൊരു സ്കെഡ്യൂളാണ്. ഒരു സ്കെഡ്യൂൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ടൈം ബാലൻസ് ചെയ്യാം. കുറെ ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. 1 അവറിനുള്ളിൽ വെച്ചിട്ട് ഞാനൊരു ടോപ്പിക്ക് തീർക്കും, അല്ലെങ്കിൽ ഞാനൊരു ടോപ്പിക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കും എന്നൊരു ബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റഡി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ എവിടെയാണോ നമ്മുടെ വീക്ക് ഏരിയാസ് അത് ഫോക്കസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കാനും അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആക്കാനുള്ള ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് റിവൈസ് ചെയ്ത് റിവ്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന IBPS PO ആൻഡ് RRB ക്ലർക്ക് നമുക്ക് പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതി പാസ്സാവാൻ സാധിക്കും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് 100% വർക്കിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളൊരു 40 days ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് എത്രമാത്രം അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറയാ. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എത്രത്തോളം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം. അപ്പൊ ഈ വരുന്ന IBPS RRB PO ക്ലർക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഇപ്പം ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്ന നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ഒന്ന് നോക്കിക്കേ. അപ്പോ എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമുക്ക് ഏകദേശം ഒരു 100-ലധികം ബാച്ചുകൾ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 3000-ലധികം വിജയികളും ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു എക്സാം പാറ്റേൺ ഫോളോ ചെയ്ത് അതേ ഒരു രീതിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് കൊണ്ട് പഠിച്ചു പോകുന്ന കുട്ടികളാണ് ഈ പറയുന്ന 3000-ലധികം. അതായത് ഇപ്പൊ ഓരോ ബാങ്കുകളിലായിരുന്നാലും ഓരോ ഗവൺമെന്റ് സർവീസിലായിരുന്നാലും കയറിയിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി കറക്റ്റ് ആയിട്ട്. അതിപ്പോ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഒരു ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ഏതൊരു ജോലിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ പറയുന്ന ബാങ്കുകളിലേക്കായിരുന്നാലും SSCകളിലേക്കായിരുന്നാലും അതുപോലെ RRBകളിലേക്കായിരുന്നാലും കയറി പോവാ അതല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഗോൾഡൻ സ്പെഷ്യൽ ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ബാച്ചിന് ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കിപ്പോ 3000-ലധികം വിജയികളായതിന്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ മന്ത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 30% ആണ് ഓഫർ വരുന്നത്. അതായത് നിങ്ങളിപ്പോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6000 രൂപയുടെ ഇളവ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും നിങ്ങളിപ്പോ സ്വപ്നം കാണുന്ന ജോലികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അത് ഷുവർ ആയിട്ട് വരുന്ന കാര്യമാണ്. അതിന് തെളിവാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. അപ്പോ നമ്മുടെ ബാച്ചിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ബാങ്ക് ആണെങ്കിൽ 7736122215 SSC RRB ആണ് നിങ്ങൾക്ക് ബാച്ചസ് അറിയണമെന്നുണ്ടെങ്കിൽ 8714764666 നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ നല്ല പോലെ പഠിക്കുക. 40 ദിവസം 54 ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് അപ്പോ 40 ദിവസവും 54 ദിവസവും എന്ന് പറയുന്ന ആ ഡേയ്സുകളൊക്കെ അടുത്താണെങ്കിലും നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൂടിയുണ്ട്.
അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവാ. എന്തായാലും എല്ലാവർക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന 2 പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോ ഈ ചാനൽ ത്രൂ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും എക്സാമിനെ പറ്റിയിട്ടായിരുന്നാലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളെ പറ്റിയിട്ടായിരുന്നാലും പ്രിപ്പറേഷൻ ടിപ്സുകളെ പറ്റിയിട്ടായിരുന്നാലും അതുപോലെ എക്സാം ഡീറ്റെയിൽസിനെ പറ്റിയിട്ടായിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് ചാനൽ ത്രൂ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന എൻട്രി ബാങ്കിങ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, ബൈ.